ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിങ്ങൾക്ക് ഫയർമാൻ ജോലി വേണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ. കാരണം 3 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ PSC പുറത്ത് വിട്ടിട്ടുണ്ട്. ഫയർമാൻ, ഫയർ വുമൺ, ഫയർ ഡ്രൈവർ നോട്ടിഫിക്കേഷൻസ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്നൊരു നോട്ടിഫിക്കേഷൻ തന്നെയായിരുന്നു. കേരളത്തിൽ നിങ്ങൾക്ക് ഫയർമാൻ ആവാൻ പറ്റുന്നൊരു യൂണിഫോം പോസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്നത്. ഗസറ്റഡ് ഡേറ്റ് 16/12/2024. മൊത്തം 3 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷനാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫയർമാൻ ബോയ്സിനാണ് അവസരം. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 15 ജനുവരി 2025 കാറ്റഗറി നമ്പർ ഇവിടെ കാണാം. 471/2024 എന്ന കാറ്റഗറി നമ്പറാണ്. നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, അതിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി വിഭാഗത്തിലേക്കാണ്. 27,900 മുതൽ 63,700 വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ്. ഒരുപാട് അലവൻസുകളും വരുന്നുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി, ധാരാളം വേക്കൻസി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്, നേരിട്ടുള്ള നിയമനം തന്നെയാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 26 ജനറൽ. 21/98 11/2006 ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ OBC SC STക്കാർക്ക് റിലാക്സേഷൻ, വയസ്സിന് ഇളവും കിട്ടുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വെറും +2 പാസ്സാണ്. +2 ഏത് പഠിച്ചാലും നിങ്ങൾക്ക് ഏത് പഠിച്ച് പാസ്സായാലും നിങ്ങൾക്കിത് അപേക്ഷ അയക്കാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന കിട്ടും. ഇല്ലാത്തവർക്കും ഇത് അപേക്ഷ അയക്കാം. +2 മാത്രം വെച്ചും ഇത് അപേക്ഷ അയക്കാൻ പറ്റും. ഇനി ഹൈറ്റ് വേണ്ടത് 165 സെൻറ്റിമീറ്ററാണ് ജനറൽ. SC STക്കാരാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ. വെയ്റ്റ് 50 കിലോഗ്രാം ജനറൽ, 48 SC ST. ചെസ്റ്റ് 81, SC STക്ക് 76. ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ എല്ലാവർക്കും ഉണ്ടാവണം. പിന്നെ ഫയർമാൻ ജോലി ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട്. സ്വിമ്മിങ് നിങ്ങൾക്ക് നന്നായി അറിയണം. സ്വിമ്മിങ് ടെസ്റ്റ് വരുന്നുണ്ട്. 50 മീറ്റർ സ്വിമ്മിങ് ട്രയൽ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കവർ ചെയ്യണം. പിന്നെ 2 മിനിറ്റ് ഫ്ലോട്ടിംഗ് എബിലിറ്റി, അതായത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിത്താഴുന്നൊരു ട്രയലും ഉണ്ടായിരിക്കും. പിന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡ് ഐ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. കളർ ബ്ലൈൻഡ്നെസ് തുടങ്ങിയ ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് 100 മീറ്റർ റണ്ണിങ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ക്രിക്കറ്റ് ബോൾ ത്രോയിങ്, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പ്, 1500 മീറ്റർ റണ്ണിങ്. ഈ പറഞ്ഞ 8 ഇവൻറ്റിൽ നിങ്ങൾ എന്തായാലും 5 എണ്ണം ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ക്വാളിഫൈ ആവും. ആദ്യം റിട്ടൺ എക്സാമാണ്, അതിന് ശേഷമാണ് ഈ പറയുന്ന ഫിസിക്കലും മെഡിക്കലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫയർമാൻ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 15 ജനുവരി, അടുത്ത വർഷം ജനുവരി 15 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നേ നിങ്ങൾ +2 ക്വാളിഫിക്കേഷനുള്ള ബോയ്സ് ഇത് അപേക്ഷ അയയ്ക്കുക. എല്ലാ ജില്ലയിലും വേക്കൻസി വന്നിട്ടുണ്ട്. ധാരാളം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പേര് പോലെ തന്നെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഫയർ വുമൺ 15/1 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ്. ജനുവരി 15 ലാസ്റ്റ് ഡേറ്റ്. കാറ്റഗറി നമ്പർ 477/2024 കാറ്റഗറി നമ്പർ. 27,900 മുതൽ 63,700 വരെയാണ് സാലറി പാക്കേജ് വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. 18 to 26 ഏജ് ലിമിറ്റ്. സെയിം സെലക്ഷനും കാര്യങ്ങളും ഏജും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. 21/98 11/2006 ഇടയിൽ ജനിച്ച ജനറൽക്കാർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ OBC SC STക്കാർക്ക് റിലാക്സേഷനും കിട്ടുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ +2 പാസ്സാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ മുൻഗണന കിട്ടും. ഇനി ഹൈറ്റ് പറയാം. 152 ജനറൽ, 152 സെൻറ്റിമീറ്റർ. SC STക്കാരാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. 50 മീറ്ററിൻ്റെ ഒരു സ്വിമ്മിംഗ് ട്രയൽ നിങ്ങൾ 2 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. 2 മിനിറ്റ് ഫ്ലോട്ടിംഗ് എബിലിറ്റിയും ഉണ്ടാവും. പിന്നെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റ് ഇവിടെ പറയാം. 100 മീറ്റർ റണ്ണിങ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, 200 മീറ്റർ റേസ്, ത്രോയിങ് ദ ത്രോ ബോൾ, ഷട്ടിൽ റേസ്, സ്കിപ്പിങ്. 8 ഇവൻ്റ് ഉണ്ടാവും. ഇതിന്ന് നിങ്ങൾ 5 എണ്ണം എന്തായാലും പാസ്സാവണം. റിട്ടൺ എക്സാം, ഫിസിക്കൽ, മെഡിക്കൽ, അതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. ഫയർമാൻ, നേരത്തെ പറഞ്ഞ ഫയർമാൻ നോട്ടിഫിക്കേഷൻ്റെ അതേ സെലക്ഷനും കാര്യങ്ങളും അതേ ക്വാളിഫിക്കേഷനൊക്കെ തന്നെ വരുന്ന. ഹൈറ്റിനും ഫിസിക്കൽ ക്വാളിഫിക്കേഷനും ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം.
ലാസ്റ്റ് ഡേറ്റ് 15 ജനുവരി 2025. അപ്പോൾ 2 നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പോസ്റ്റാണ്. 16/12/2024 ഗസറ്റ് ഡേറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ. ലാസ്റ്റ് ഡേറ്റ് 15 ജനുവരി 15 472/2024 കാറ്റഗറി നമ്പർ. 27,900 മുതൽ 63,700 വരെ സാലറി കിട്ടും. അപ്പോൾ ആദ്യം പറഞ്ഞ 2 നോട്ടിഫിക്കേഷനും ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് വന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ബോയ്സിന് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ. വാക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്, ധാരാളം വാക്കൻസി വന്നിട്ടുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 18 മുതൽ 26 ഏജ് ലിമിറ്റ്. 21/98 11/2006 അതാണ് ഏജ് ക്രൈറ്റീരിയ. പിന്നെ OBC SC/ST വയസ്സിന് ഇളവ് കിട്ടുന്നുണ്ട്. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന കിട്ടും. അപ്പോൾ ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ളൊരു മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി ഗുഡ് വെഹിക്കിൾ ഓർ ഹെവി പാസഞ്ചർ വെഹിക്കിൾ വിത്ത് ബാഡ്ജ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇത് അപേക്ഷ അയക്കാം. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ജനറൽക്കാർക്ക് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. SC/ST 160, വെയ്റ്റ് 50 കിലോഗ്രാം ജനറൽ, 48 SC/ST. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ ജനറൽ, 76 സെൻറ്റിമീറ്റർ SC/ST ഉണ്ടാവണം. എക്സ്പാൻഷൻ എല്ലാവർക്കും 5 സെൻറ്റിമീറ്റർ വേണം. മെഡിക്കൽ ടെസ്റ്റ് ഇതിലേക്കും വരുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ടെസ്റ്റിൽ 100 മീറ്റർ റണ്ണിങ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ത്രോ ഇൻ ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പ്, 1500 മീറ്റർ റണ്ണിങ്. ഈ പറഞ്ഞ 8 എണ്ണത്തിൽ നിന്ന് നിങ്ങൾ 5 എണ്ണം ക്വാളിഫൈ ആവണം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 15 ജനുവരി 15. അപ്പോൾ 3 നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പറഞ്ഞ കാറ്റഗറി നമ്പർ വെച്ച് PSCയുടെ 1 ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ അയക്കാം. 3ലേക്കും 15 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ലാസ്റ്റിലേക്കൊന്നും വെക്കേണ്ട, ഇപ്പോഴേ നിങ്ങളിത് കയറി അപേക്ഷ അയയ്ക്കുക. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതാണ് മുഴുവൻ ഡീറ്റെയിൽസ്. 3 നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻ്റായിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. PSC വഴിയും അല്ലാതെയും ഒരുപാട് യൂണിഫോം പോസ്റ്റൊക്കെ വരാനുണ്ട്. അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കുക. നമ്മുടെ ചാനലൊന്ന് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾ ചെയ്യാറുണ്ട്, ഒന്നും മിസ്സാക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷനായിട്ട് വരാം. ബൈ.